വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്ക് ഇന്നൊരു റീഡിംഗ് നോക്കാം. നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നു. നിങ്ങളിപ്പോൾ കരിയർ വൈസ്, റിലേഷൻഷിപ്പ് വൈസ്, നിങ്ങൾ ഫാമിലി വൈസ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. അപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. യൂണിവേഴ്സിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Please guide me, universe. Please guide me, universe. Please guide me. Please guide me, universe. Please guide me. Okay. Please guide me, universe. Please guide me. നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം എന്താണ്? മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഡെത്ത് എന്ന് പറഞ്ഞൊരു കാർഡാണ് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് നൈറ്റ് ഓഫ് കപ്സ്. സെക്കൻഡ് വന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ. തേർഡ് വന്ന കാർഡ് 5 ഓഫ് സോഡ്. ഓക്കെ. നമുക്ക് 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. 5 ഓഫ് വാണ്ട്സ്. 5 ഓഫ് വാണ്ട്സ് ആണ് പിന്നീട് വന്നത്. ഓക്കെ. ഒരു കാർഡ് കൂടി എടുക്കാം. ദി സ്റ്റാർ എന്ന് പറയുന്ന കാർഡുമാണ് വന്നത്. ഓക്കെ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു റീബർത്ത് ആണ്. ഒരു റീബർത്ത്, റിയൂണിയൻ ആണ്. നിങ്ങളുടെ ആ സ്റ്റക്നെസ് മാറ്റാൻ, ഒന്നെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം. ഇതൊരു വാട്ടർ എലമെൻറ്റും ആണ് നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നിങ്ങളുടെ അത് മാറി, സ്റ്റക്നെസ് മാറി എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. അതിന് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ റീയൂണിയൻ ചെയ്യുക. സെൻസിറ്റീവ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക നിങ്ങളെ തന്നെ. അത് എൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഈ ഒരു എനർജിയാണ് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് വന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ഇമോഷണലി പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറുക. നിങ്ങളുടെ സ്റ്റക്നെസ് മാറ്റാൻ നിങ്ങൾ ഇമോഷണലി പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറുക. ക്രിയേറ്റീവായിരിക്കുക. റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഇമോഷണലി ഒക്കെ നിങ്ങൾ റിസ്ക് എടുക്കുക. പാഷനേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക. അതാണ് നിങ്ങൾ സ്റ്റക്നെസ് മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുക. വളരെയധികം പ്രതീക്ഷയോടെ പുതിയൊരു തുടക്കം പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് വളരെയധികം എനർജറ്റിക്കായിട്ട്, ക്രിയേറ്റീവായിട്ട്, വളരെയധികം ഇമോഷണൽ റിസ്ക് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുക. ഇമോഷണലി സ്റ്റേബിളായിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക. പിന്നീട് നമുക്ക് വന്നത് 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡും എയർ എലമെൻ്റ് ആണ്. ഇത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു അതാണ് ആദ്യത്തെ ഇത്. നിങ്ങൾക്ക് സ്റ്റക്നെസ് വരാൻ കാരണം നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സും കോൺഫ്ലിക്റ്റും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ആ സ്റ്റക്നെസ്, ഈഗോ ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കായി പോയത് പല സ്ഥലങ്ങളിലും. അതെല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനായി കൂടുതൽ ഫോക്കസോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ വന്നത് നമുക്ക് 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡ് കോമ്പറ്റീറ്റീവായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഇനി എന്ത് ഇത് വന്നാലും ഈഗോ ഒന്നുമില്ലാതെ സ്ട്രെസ് റിലീഫായിട്ട് മുന്നോട്ട് പോവുക. ന്യൂ ബർത്ത് ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ വരും. സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ്സ് ഒക്കെ വരും. അന്നേരം അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക. അത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബാലൻസിങ്ങിൻ്റെ എനർജിയാണ്. ഇത് സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡാണ് ലാസ്റ്റ് വന്നത്. ഇതൊരു ബാലൻസിങ് ചെയ്ത് ഹെൽപ്ഫുള്ളായി, കാമായി, സ്പിരിച്വലായി ബാലൻസ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കൊണ്ടുപോവുക. ഒരു എയർ എലമെൻ്റ് ആണ്. ബുദ്ധിപരമായിട്ട്
സപ്പോർട്ടീവായിട്ട് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് ഗ്രോ ചെയ്യുക, സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുക. ന്യൂ ബർത്ത്, പുതിയൊരു തുടക്കത്തിലേക്ക് പോകുമ്പോൾ പല സ്ട്രഗിൾസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ട്രഗിൾസ് വരുമ്പോൾ നിങ്ങൾ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുക. ഈ സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് അതാണ് പറയുന്നത്. നിങ്ങൾ ബാലൻസ് ചെയ്ത് നിന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്റ്റക്നെസ് മാറിപ്പോകും. നിങ്ങൾ ഓൾറെഡി സ്റ്റക്ക് തന്നെയാണ്. അതിന് റീബർത്ത്, ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ വരുത്തുക. അത് എനർജറ്റിക്കായിട്ട് ഒരു യോദ്ധാവിനെ പോലെ റിസ്ക് എടുത്ത് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് പാഷനേറ്റഡ് ആയിട്ട് പോവുക. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിൽ മുമ്പ് ഉള്ള കണക്കുള്ള ആർഗ്യുമെൻസും ബഹളങ്ങളും ഒന്നും വെക്കാതെ അവോയ്ഡ് ചെയ്യുക. അതെല്ലാം അവോയ്ഡ് ചെയ്ത് കോൺഫ്ലിക്റ്റൊക്കെ അവോയ്ഡ് ചെയ്യുക, തർക്കങ്ങൾ ഒഴിവാക്കുക. വീണ്ടും അതേപോലുള്ള സ്റ്റേജുകൾ വരും. നിങ്ങളവിടെ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. ദി സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ലേഡി 2 കുടങ്ങളിലൂടെ വെള്ളം കരയിലും ജലാശയത്തിലും ഒഴിക്കുന്നത്. അത് ബാലൻസിങ് എനർജിയാണ്. ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്ട്രഗിളിങ് ഇനിയും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ. അന്നേരം വീണ്ടും നമ്മൾ സ്ട്രഗിളിങ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ന്യൂ ബർത്താണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ ഇമോഷണൽ സ്റ്റക്നെസ്സും മാറാൻ ഒരു ന്യൂ ബർത്ത് ഉണ്ടാകും. നിങ്ങളത് പാഷനേറ്റഡായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. റേക്കി ഹീലിങ്ങും ചെയ്യുന്നതാണ്. ഇതേപോലുള്ള സിറ്റുവേഷൻസിലുള്ളവർക്ക് റേക്കി ഹീലിംഗ് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് മെസ്സേജ് ചെയ്യുക. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.